വെൽക്കം ബാക്ക്, പുതിയ വ്ളോഗ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി ഞങ്ങളുടെ വീടിന്റെ വാതുക്കല് ആ ഏരിയയിലെല്ലാം വെള്ളം കയറിയിട്ടാണ് ഇപ്പൊ ജ്യോതിയാച്ചയുടെ വീടിന്റെ അങ്ങോട്ട് വന്നത്. ജ്യോതിയാച്ചയുടെ വീടിന്റെ അവിടെ ഇങ്ങനെ കയറി തുടങ്ങുന്നു. റോഡിലേ ഉള്ളൂ, വീടിനകത്തോട്ടൊന്നും കയറാറൊന്നും ആയിട്ടില്ല. എനിക്കൊന്ന് വലിയ വെള്ളപ്പൊക്കമൊന്നും പ്രതീക്ഷിക്കണ്ടായിരിക്കുമല്ലേ? നല്ല തെളിച്ചുണ്ടല്ലോ, വെള്ളം വരാനുള്ള സാധ്യത വളരെ കുറവാണ്. വെള്ളം നിലച്ചിട്ടുണ്ട്. റാന്നിയിലും പത്തനംതിട്ടയൊക്കെ ആ ഒരു ഏരിയ ഒക്കെ ഭയങ്കര ഇതായത്. അവിടുന്ന് വരുന്ന വെള്ളം ഇവിടെ കയറുന്നതാ. അത് നീ നാട്ടിൽ വന്നപ്പോ മുതല് വെള്ളപ്പൊക്കമാണ്. എന്താണ് നിനക്ക് ഇതിനെ പറ്റി സംസാരിക്കാനുള്ളത്? വെള്ളം പെട്ടെന്ന് ഇറങ്ങിയിട്ടാണ് എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ. നാളെ പോണം. അപ്പൊ ഇതുവഴി ഇങ്ങനെ പോവാൻ നേരം എന്നെ പണ്ട് കുമ്പനാട് വെൽകെയർ ഹോളിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തെ എന്നെ വലിപ്പിച്ചെന്ന് പറഞ്ഞിരുന്നു. അവിടുത്തെ എന്നെ കണ്ടായിരുന്നു, അവിടുത്തെ ഓണർ, ആ തെണ്ടിയെ ഞാൻ കണ്ടായിരുന്നു. പക്ഷെ അവനത് മനസ്സിലായില്ല. പിന്നെ അച്ഛൻ പറഞ്ഞത് അവനാണെന്ന്. വരെ ഇത് കണ്ടോ ഗൈസ്, ഇവിടെ എല്ലാം വെള്ളമാണ്. ഇത് റാന്നിന്നിപ്പം ഇറങ്ങിയതിന്റെ വെള്ളമാണ് ഇവിടെ കേറിയേക്കുന്നത്. പക്ഷേ ഇത് ഇറങ്ങിയ വെള്ളം കയറുന്നു. ഇന്നും നാളെ ഒന്നും മഴ പെയ്തില്ലേ നമുക്ക് വലിയ പ്രശ്നം വരത്തില്ല. ഇതങ്ങ് വന്ന് എന്നങ്ങ് പോകും. എന്നാലും പ്രശ്നങ്ങളുള്ള കുറേ വീടുകളുണ്ട്. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഇവിടെ എല്ലാം വെള്ളം കയറിയേക്കാണ്. ഇപ്പൊ നമ്മൾ പോകുന്ന വഴിയെല്ലാം റോഡ് സൈഡിൽ തന്നെ വീടുള്ളതാണ് ഗൈസ്. അപ്പൊ അവിടുത്തെ എല്ലാ തവണയും വെള്ളം കയറുന്നാലും ഇത്തവണയും കയറിയിട്ടുണ്ട്. അപ്പൊ ഇനിയും മഴ പെയ്യാതിരിക്കട്ടെ, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. ഫ്രണ്ട്ലി നമുക്ക് ഇവിടുന്ന് കുറച്ചുകൂടെ ദൂരമേ പോകാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ആറും റോഡൂടെ മുട്ടിയില്ലാന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതുവഴി പോകാൻ പറ്റത്തില്ല. ഇപ്പൊ വന്ന വഴിയല്ല ഇങ്ങനെ കാല് മുങ്ങിയാ വന്നത്. നല്ല രീതിയിൽ വെള്ളമാണ് ഗൈസ്. പക്ഷെ എനിക്കൊന്നും ഇനി വെള്ളം കയറത്തില്ലെന്ന് തോന്നുന്നു. ഇനി അങ്ങോട്ട് കയറത്തില്ലെന്ന് തോന്നുന്നു. ഇത് ഈ ഒരു അവസ്ഥയല്ല. ഇത് വീട് ജസ്റ്റ് ഇച്ചിരൂടെ കഴിഞ്ഞാൽ കേറും. ആ ഒരു അവസ്ഥയൊക്കെ. എന്തൊക്കെ ഒഴുക്കുണ്ടോ, അടിച്ച് തല്ലിയാണ്. ഈ വെള്ളപ്പൊക്കത്തിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം? ഇത് ഇനിയും കേറാൻ സാധ്യതയുണ്ടോ? എനിക്ക് അറിയത്തില്ല, കേറാതിരുന്നാ മതിയായിരുന്നു. എനിക്ക് ഇഷ്ടമല്ല വെള്ളപ്പൊക്കം. ഇഷ്ടമല്ല. ഒത്തിരി പേര് അനുഭവിക്കുന്നതല്ലേ, നമ്മൾ ഒരു തവണ അനുഭവിച്ചിട്ടുള്ളതല്ലേ, നമുക്ക് അതുകൊണ്ട് അറിയാം. ഇപ്പൊ തന്നെ എന്തോരം പേരെ ക്യാമ്പിൽ പോകാനായിട്ട് എടുക്കാനും. ക്യാമ്പിലൊന്നും അത്ര സുഖമുള്ള കാര്യമൊന്നും അല്ലല്ലോ. എൻജോയ് ചെയ്യാൻ തോന്നുന്നു. വേസ്റ്റ് സത്യം പറഞ്ഞ ഇതെല്ലാം കൂടെ കൂടിയതാ ഇപ്പൊ ഇങ്ങനെ. വീഡിയോ എടുക്കുന്ന പാലമാണ് ഗൈസ്. പക്ഷെ ഇപ്പൊ കണ്ടില്ലേ, കാറൊക്കെ കൊണ്ടിട്ടേക്കുന്നത്. നമ്മുടെ കാറും കൊണ്ട് വേറൊരിടത്ത് ഇട്ടേക്കുവാണ്. കാര്യം പാലത്തിന്റെ അവിടെ ഇച്ചിരി പൊക്കമായതുകൊണ്ട് ഇവിടെ ഇങ്ങനെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഒരു പരിധി വരെ വെള്ളം കയറത്തില്ല. നമ്മുടെ ബുള്ളറ്റൊക്കെ ഒരു 2018 വെള്ളത്തിന് മുന്നേ നമ്മളും ഒരു ദിവസം ഒരു വാഗനാർ എടുക്കും. കാരണം എന്താ പറഞ്ഞാൽ ഇങ്ങനെ പാലത്തിൽ കൊണ്ടിടാന് അല്ല, കാശില്ലാത്തോണ്ടല്ല ഗൈസ്. വണ്ടി എടുക്കാനാണെങ്കിൽ എനിക്കിപ്പോ 10-50 ലക്ഷം രൂപയുടെ വണ്ടി എടുക്കാം. അന്ന് നിസ്സാര കാര്യം, മനസ്സിലായില്ല. പക്ഷെ ഞാൻ വാഗനറെ എടുക്കും. വാഗനർ എടുക്കണം. വാഗനറിന്റെ EMI എങ്ങനെ അടയ്ക്കും? നമ്മളടയ്ക്കും. പക്ഷെ ഇതിന്റെ എടുത്താൽ EMI എങ്ങനെ അടയ്ക്കണോ ഞങ്ങൾക്ക് അറിയത്തില്ല. എടുക്കാനുള്ള ഫസ്റ്റ് ഡൗൺ പേയ്മെന്റ് എങ്ങനെ കൊടുക്കുന്ന അറിയത്തില്ല. പക്ഷെ നമ്മൾ എടുക്കും ഒരു ദിവസം അല്ലേ? അതെ, വാഗനറല്ല, അത് കൂടിയത് എന്തെങ്കിലും എടുക്കണം. പക്ഷെ വാഗനർ ഞാൻ താർ എടുക്കാം ഗൈസ്. ഇവൾക്ക് താർ എടുക്കാനായിരുന്നു ഗൈസ്. താർ എടുക്കാൻ ഇഷ്ടം. ഞാൻ ഒരു നാൾ താർ എടുക്കും ഗൈസ്. നീ കാത്തു അന്ന് ഞാനൊരു വീഡിയോ എടുക്കും. ഈ താർ എടുക്കുമെന്ന് പറഞ്ഞിട്ട് നേരെ അതിനകത്തോട്ട് പൂമഞ്ഞിൽ തീരല്ലേ രാമഞ്ഞിൽ വെച്ച് എഡിറ്റ് ചെയ്ത് കൊടുത്താൽ വീഡിയോ എഡിറ്റ് ചെയ്യും. എന്താ അത് ഈ ആറ് ഇങ്ങനെ തന്നെ പോയിട്ട് പരിമളക്കടവിലോട്ട് പോവാം. പരിമളക്കടയിൽ പോയിട്ട് എവിടം വരെ പോകും അത് അറിയാമോ? ഗൂഗിളിൽ നോക്കണം. ഗൂഗിളിൽ നോക്കണം. ജ്യോതിയാച്ചി കുറെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷ തോന്നുന്നു അപ്പുറത്ത് പോയിരിക്കുന്നു. അപ്പം ചോദ്യം ചോദിക്കുന്നു, പേടിച്ചവിടെ പോയിരിക്കാൻ തോന്നുന്നത്. എന്തായാലും നീ അവിടെ പോയിരിക്കുന്നേ? ഡി വാ,
രാജിക്കാർ പെട്ടതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? അച്ഛൻ എല്ലായിടവും ചെല്ലുമ്പോൾ ഇങ്ങനെ ഒരാളെ കിട്ടും അല്ല അങ്ങനെ ഒരു അത് പക്ഷെ ഭയങ്കര സ്നേഹത്തോടുള്ള ചിലരൊന്നും കണ്ടു കഴിഞ്ഞാൽ ചിരിക്കത്തോലുമില്ല. എനിക്ക് ഇഷ്ടമല്ല അങ്ങനത്തെ ഉള്ള ആൾക്കാര്. പറയാനാണോ? ഞാൻ ചിരിക്കും. നീ ചിരിക്കത്തില്ലേ? ഇവള് സത്യം പറഞ്ഞ ഇപ്പഴാ ഞാൻ ചിരിക്കാത്തത്. ഇവള് ചിരിക്കാത്തത് നിങ്ങളെല്ലാരും വിചാരിക്കും ഗൈസ് ഇവക്ക് ശരിക്കും ജാടയാണ്. പക്ഷെ ഇവക്ക് ചിരിക്കാൻ അറിയത്തില്ല. ആൾക്കാരെ കാണുമ്പോ എങ്ങനെ സംസാരിക്കണം എന്നറിയത്തില്ല, എങ്ങനെ നിക്കണം എന്നറിയത്തില്ല, ഒന്നും അറിയത്തില്ല. അല്ല ഞാൻ എല്ലാവരും കണ്ടാലും ചിരിക്കുമായിരുന്നു പണ്ടൊക്കെ. പിന്നെ ഈ ചിരിക്കുമ്പോ ചിരിക്കാതിരിക്കുന്ന എനിക്ക് ഇഷ്ടമല്ലാതെ ഇപ്പൊ എനിക്ക് ഭയങ്കര ഹേർട്ടാകും. അങ്ങനെയാണ് എന്റെ ചിരി അങ്ങ് നിർത്തിയത്. നമ്മുടെ അവിടുത്തെ ആറെവിടെ ഇവിടെ വരുന്നത് അകത്തോട്ടാ ഇങ്ങനെ ഇതിനകത്തോട്ട് നോക്കാൻ കാണിക്കോ ഈ മുള ഈ ഇടവശമാണ്. അതാണ്. അതേപോലെ ഓൺലൈൻ ബിസിനസ് ഉള്ള കുറേ പേർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ഇന്നലെ ഒരു റീലിനകത്ത് കണ്ട് ഓൺലൈൻ ബിസിനസ് നടത്തിയൊരു പുള്ളിക്കാരിയുടെ സാരി മൊത്തം നശിച്ചു പോയെന്ന് വെള്ളം കയറിയിട്ട്. എനിക്ക് അതൊക്കെ കേൾക്കുമ്പോൾ പേടിയാണ്. ഓൺലൈൻ ബിസിനസിനെക്കാട്ടിലും പേടിക്കുന്ന അല്ലാണ്ട് ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുന്നവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറേ പേരുടെ ജീവിതം വെച്ചിട്ടുള്ളൊരു കളിയാണ് സത്യം പറഞ്ഞാൽ വെള്ളപ്പൊക്കം. ഫസ്റ്റൊക്കെ രസമാണ് വെള്ളം കയറുന്നത് എടുക്കുന്നത്, പക്ഷെ അതുപോലും ബുദ്ധിമുട്ടുണ്ടാക്കാൻ എത്രയോ പേരുണ്ട്. നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ എത്ര പേര് പോകുന്നു മറ്റേ ക്യാമ്പിലൊക്കെ. ഇവിടെ ഒരു കടയുണ്ടായിരുന്നേ, കട തുറന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സാധനം വാങ്ങിക്കാം. പട്ടിണിയൊന്നുമില്ല, എന്നാലും സേഫ്റ്റിക്ക് വേണ്ടി വീട്ടിൽ വേണ്ട എല്ലാ സാധനവും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരു സേഫ്റ്റിക്ക് വേണ്ടിയല്ലേ. അതെ, അതാണ് സേഫ്റ്റിക്ക് വേണ്ടി. മറ്റേ ഇതുണ്ടല്ലോ മാഗി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കാം നമുക്ക്. ഒരു 4 മണി ഫുഡ്. നമ്മളങ്ങനെ സാധനം വാങ്ങിക്കാനായിട്ട് കടയിൽ വന്ന്, പക്ഷെ പലചരക്ക് സാധനം കുറച്ച് വാങ്ങിച്ചു, ബാക്കി എല്ലാം കുറയ്ക്കാനുള്ള നല്ല സാധനങ്ങൾ വാങ്ങിച്ചത്. തകർന്ന് ഗായ്സ്. ഇത് ശരിക്കും പൊളിഞ്ഞു പോയതൊന്നും അല്ല ഗായ്സ്, ഇത് മറ്റേ വീട് പണിയാൻ പൊളിച്ചതാ ഗായ്സ്. നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ കുടിച്ചില്ല ചേച്ചാ? ഇല്ല, ഒരു കൗള് പോലും കുടിച്ചില്ല. അവരെല്ലാവരും എൻ്റെ വാങ്ങിച്ചു കുടിക്കുമായിരുന്നു. നമ്മൾ കടയിൽ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അതാണ്ട് ഒരു ഗ്ലാസ് അല്ല ഒരു കൗള് പെപ്സി കുടിച്ച് പിന്നെ പയ്യെ നേരെ വീട്ടിലോട്ട് തന്നെ പോവാ. കാണാൻ സ്വാമിയെ കാണാൻ സ്വാമിയെ. ഇപ്പൊ നമ്മുടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോവാ. നമ്മൾ വന്ന വഴി തന്നെ വേണം വീട്ടിലോട്ട് പോകണം. മഴ പെയ്യാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് കേട്ടോ. അപ്പച്ചന്മാരൊക്കെ ഇവിടെ നിന്ന് 1ഉം 2ഉം ഒക്കെ പറയുന്നു. അതുകൊണ്ടാണ് ഇവിടെയൊക്കെ ആൾക്കാർ സ്റ്റാർട്ടിങ് ഇതൊന്നും അങ്ങോട്ട് പിന്നെ കയറ്റ. ശരിക്കും ഗൈസ് നമുക്ക് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഈ വെള്ളം എന്ന് പറഞ്ഞാൽ ഇപ്പം എൻജോയ്മെന്റ് പോലത്തെ ഒരു വെള്ളം. പക്ഷെ അങ്ങനല്ല ഈ ഒരു ലെവല് വെള്ളം. പക്ഷെ നേരെ മറിച്ച് റാന്നിയിലും പത്തനംതിട്ടയൊക്കെ സത്യം പറഞ്ഞാൽ അത് കാണുമ്പോൾ എന്തോ പോലെ. അതെന്തോ നമ്മള് 18-ൽ അനുഭവിച്ച സെയിം സാധനം അവിടെ ഒറ്റ അടിക്കാൻ വന്നു. അല്ലെന്ന് 18-ൽ അനുഭവിച്ച സാധനം ഒരൊറ്റ അടി ഒരൊറ്റ ദിവസം കൊണ്ട് അത് അത്ര ആക്കിയത്, അത്ര ആയത്. സത്യം പറഞ്ഞാൽ എന്തോ അത് നമുക്ക് 1-2 ദിവസം കൊണ്ടാകരുന്നത് എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുത്ത് മേളിൽ വെക്കാൻ പറ്റിയെന്ന് പറയും. ഒന്നും ചെയ്യാൻ പറ്റാതെ ആയിപ്പോയവരൊക്കെ എന്തോരം ആൾക്കാരുണ്ട്. ന്യൂസൊക്കെ കാണുമ്പോൾ എന്തോ പോലെ. ഇതിൻ്റെ അകത്തിൽ ഇനി എന്തൊക്കെ കയറിയിട്ടുണ്ടെന്ന് ആർക്കറിയാം. ഈ മൊത്തം കിഴുത്തുള്ള ചെരുപ്പ് ഇട്ട് മറ്റേ ക്രോക്സ് മൊത്തം ഓട്ടയുള്ള ക്രോക്സ് വെച്ചിട്ട് അവസാനം ഈ ഓട്ടയ്ക്കകത്ത് ഇനി എന്തൊക്കെ കയറിയിട്ടുണ്ടെന്ന് ആർക്ക് റെഡി. നമുക്ക് ചെറിയൊരു പണി കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. മഴക്കോള് നല്ല രീതിയിലുണ്ട്. മഴ പെയ്യുമെന്ന് തോന്നുന്നു. എനിക്ക് തോന്നാണ്ട് ഈ അപ്പനൊക്കെ കൂടെ കൊണ്ട് ഇവിടെ വെള്ളം കയറുന്നോണ്ട് പോവാൻ തോന്നുന്നു ഇവരൊക്കെ. വേറൊരു പ്രശ്നമുണ്ട്, തേങ്ങ മാത്രം നമുക്ക് കിട്ടും. പക്ഷെ രാജിക്കാർ പോയി. രാജിക്കാർ എവിടെ പോയി? അപ്പച്ചിയുടെ മൂത്ത മോളെ അവരുടെ കെട്ടിച്ചിട്ടേക്കുന്നിടത്ത് വെള്ളം കൂടിയിട്ട് ഇങ്ങോട്ടങ്ങ് വിട്ടു. അപ്പൊ അച്ഛൻ അതുകൊണ്ട് പോയി. അതുകൊണ്ട് അങ്ങോട്ട് പോയേക്കുവാണ് ഗൈസ്. തേങ്ങ മാത്രം നമ്മൾ എടുത്തിട്ട് വാങ്ങിച്ച സാധനമൊക്കെ എങ്ങാണ്ട് വെച്ചിട്ട് ഇപ്പം ഞാനും ജ്യോതികജയും കാത്തും കൂടെ ഇപ്പോൾ അങ്ങോട്ട് തിരിച്ചു പോവുക. അത്യാവശ്യം നല്ല വെള്ളമുണ്ട്, എന്നുവെച്ചാൽ വീൽ ചെയർ അത്യാവശ്യം മുങ്ങുന്ന രീതിയിലുള്ള വെള്ളമുണ്ട്. മൊത്തത്തിൽ അല്ല എന്നുവെച്ചാൽ വീൽ ചെയർ അത്യാവശ്യം പകുതി മുങ്ങുന്ന പോലെ ലെവൽ വെള്ളം. അപ്പോൾ പിന്നെ എന്തുവാ
മുട്ടിന്റെ ഇടം വരെ വെള്ളമുണ്ട്. അതുകൊണ്ട് ഈ ഒരു ലെവല് വെള്ളമാണ് മിക്കടത്തും. സത്യത്തിൽ ഇച്ചിരി കൂടുന്നുണ്ട്. നനഞ്ഞില്ല, ഞാനും അതാ പറഞ്ഞത്. അത് നീ അതുവഴി വേറെ വഴിയായിരിക്കും നടന്നായിരിക്കും. അല്ല, കേറുന്നുണ്ട്, വെള്ളം കേറുന്നുണ്ട്. വെള്ളം ഇനിയും കേറും, കുറച്ചുകൂടെ കേറും. വെള്ളം നല്ല രീതിയിൽ കുറച്ചുകൂടെ കേറാൻ ഇവിടെ കുറച്ചുകൂടെ കേറും. ഈ വീലൊന്നും ലൂസ് ആകത്തില്ലല്ലോ അല്ലേ? വീല് ലൂസ് ആകത്തില്ല, പക്ഷെ ഇത് വൃത്തിയാക്കണമെന്ന്. ഗൈസ് പെട്ട് ഗൈസ്. മഴ പെയ്തു. മഴ ഇവളുടെ ഉന്ത് കണ്ടിട്ട് എനിക്ക് അത്ര കൊണ്ട് പന്തിയേട്. ജ്യോതിയാജി എന്തേടി? എവിടെ? താണ്ട ഗൈസ്, ഇത് ടവറാ. പക്ഷെ താണ്ട വെള്ളം വെള്ളം ഇവിടെ എല്ലാം ഉണ്ട്. ഇത് ടവറാ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു ഗൈസ്. വീൽ ചെയറിന്റെ ചള്ള കളയാൻ വേണ്ടില് ഇതൊക്കെ ഇരുന്ന് കറങ്ങുവാണ് ഫ്രണ്ടില്. അയ്യോ, മഴ പെയ്തപ്പോൾ നമ്മൾ ഇച്ചിരി പേടിച്ചു, അതുകൊണ്ട് ഇച്ചിരി സാവകാശം വന്നാൽ മതിയായിരുന്നു. എല്ലാരും സേഫ് ആയിട്ടിരിക്കുക. അത് ഗൈസ്, ആരും അങ്ങനെ വീടിന്റെ വെള്ളോട്ടൊന്നും ഇറങ്ങണ്ട. ഇതുപോലെ ഞങ്ങളെ പോലെ പ്രാന്തൊന്നും കാണിക്കരുത്. എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുക. ഇത് നമ്മുടെ ഇവിടെ കുറച്ച് പ്രശ്നമാണ്, എന്നാലും ഒത്തിരി പ്രശ്നമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇറങ്ങിയത്. ഓക്കെ, ബൈ.